Hello, good morning, students. Audible അല്ലേ? Okay. സോ നിങ്ങൾക്ക് ഫോർത്ത് മോഡ്യൂൾ അസൈൻമെന്റ് ഞാൻ ഇഷ്യൂ ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇന്ന് നാളെയായിട്ട് ഇഷ്യൂ ചെയ്യാം. സോ ആഫ്റ്റർ 12th, ഓക്കെ, 12th സീരീസ് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ഞാൻ വെക്കാം. ഓക്കെ, ഫോർത്ത് മോഡ്യൂളിൻ്റെ കേസിൽ ഞാൻ അവരുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് തരാമെന്നാണ് വിചാരിച്ചത്. സോ 12th എക്സാം കഴിഞ്ഞിട്ടൊക്കെ സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, സ്ക്രീൻ ഓക്കെ അല്ലേ? PPT അദ്വൈത്, PPT ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. So, okay, good morning. Let's start the class. Okay. So, last class we have studied concat method, slice method, okay, then splice method. ഇതൊക്കെ നമ്മൾ പഠിച്ചു. Okay. Next method is sorting an array. Okay. Sorting an array. So, we have a sort method. Okay. To sort the elements in an array. Okay, it will sort. Normally sort method is given to strings. Okay, strings നെ alphabetically sort ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. Okay, if the array contains strings, then sort method will sort the elements alphabetically. Okay, so for example, there is an array where fruits equal to എന്താണ് banana, orange, apple, mango. Okay, 4 elements are there. So
that fruits dot sort of arrayയുടെ പേര് fruits ആണ് dot sort of മെത്തേഡ് കൊടുക്കുകയാണെങ്കിൽ then എന്താണ് അറേഞ്ച് ആവുക the strings will be arranged in alphabetical order അപ്പോൾ A B M O ഇങ്ങനെ വരും ആപ്പിൾ ബനാന മാംഗോ ഓറഞ്ച് ഓക്കെ അങ്ങനെ അറേഞ്ച് ചെയ്യും സോ അതാണ് സോർട്ട് മെത്തേഡ് സോ ന്യൂമറിക് സോർട്ടിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല സ്ട്രിങ്സിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം സോർട്ട് മെത്തേഡ് യൂസ് ചെയ്യാം ബട്ട് ഇഫ് യു ആർ യൂസിങ് ഇൻ ദ കേസ് ഓഫ് നമ്പേഴ്സ് ഇറ്റ് വോണ്ട് വർക്ക് ഓക്കെ റിസൾട്ട് തെറ്റായിരിക്കും കാരണം 25ഉം 100ഉം കൊടുത്തു കഴിഞ്ഞാൽ 2ഉം 1ഉം കമ്പയർ ചെയ്യും സോ 2ഉം 1ഉം കമ്പയർ ചെയ്യുമ്പോൾ 2 is greater than 1 സോ 25 is greater than 100 ഓക്കെ അപ്പോൾ ആ ഒരു മിസ്മാച്ച് വരും ഓക്കെ സോ ഈ സോർട്ട് മെത്തേഡ് നോർമലി നമ്മൾ സ്ട്രിങ്സിന്റെ മുകളിലാണ് ചെയ്യുക ഇനി നിങ്ങൾക്ക് നമ്പേഴ്സിനെ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് എ കമ്പയർ ഫംഗ്ഷൻ ഓക്കെ കമ്പയർ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂമറിക് സോർട്ടിംഗ് ചെയ്യുന്നത് ഓക്കെ നോർമൽ സോർട്ട് മെത്തേഡ് ഇസ് ദയർ ഇൻ ജാവാസ്ക്രിപ്റ്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്ട്രിങ്സ് ആൻഡ് ഇഫ് യു വാണ്ട് ടു യൂസ് ഇറ്റ് ഫോർ നമ്പേഴ്സ് യു ഹാവ് ടു പ്രൊവൈഡ് എ കമ്പയർ ഫംഗ്ഷൻ okay so how you will give it okay compare function means it will is just a function of a comma b okay function of a comma b അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക return a minus b okay എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുക രണ്ട് നമ്പർ ഗ്രേറ്റർ ആണോ ലെസ് ദാൻ ആണോ എങ്ങനെ കമ്പയർ ചെയ്യാം മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ വി പെർഫോം എ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ okay രണ്ട് നമ്പറിനെ സബ്ട്രാക്ട് ചെയ്യും സബ്ട്രാക്ട് ചെയ്തിട്ട് a minus b ചെയ്തിട്ട് if the result is 0 it implies both numbers are equal okay a minus b ചെയ്യുമ്പോൾ result 0 ആണെങ്കിൽ it means both numbers are equal and if it is negative means first number is less than second number okay suppose ഇപ്പം 40 30 എടുത്തു 40 30 എടുത്തു കഴിഞ്ഞാൽ 40 minus 13 ചെയ്യുമ്പോൾ you will get the answer as 10 is a positive number okay അതിനർത്ഥം എന്താണ് 40 is greater than 30 അതായത് ഫസ്റ്റ് നമ്പർ is greater than 30 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും ഇനി സപ്പോസ് രണ്ട് നമ്പർ 20 and 50 so 20 minus 50 is minus 30 നെഗറ്റീവ് വാല്യൂ ആ അതിനർത്ഥം എന്താണ് 20 is less than 50 ഓക്കെ അപ്പൊ മൂന്ന് വാല്യൂസ് അതായത് നെഗറ്റീവ് പോസിറ്റീവ് സീറോ ഈ മൂന്ന് വാല്യൂസിനെ വെച്ചിട്ട് നമുക്ക് നമ്പേഴ്സ് ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ ലെസ് ദാൻ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ സോർട്ട് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം ജസ്റ്റ് നമ്പേഴ്സ് നമ്മൾ സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കമ്പയർ ദം ആക്ച്വലി കമ്പയർ മീൻസ് ടു നമ്പേഴ്സ് എടുക്കുക സബ്ട്രാക്ട് ചെയ്യുക ഇഫ് ദ റിസൾട്ട് ഈസ് സീറോ ബോത്ത് ആർ ഈക്വൽ ഇഫ് ദ റിസൾട്ട് ഈസ് നെഗറ്റീവ് ദെൻ ഫസ്റ്റ് നമ്പർ ലെസ് ദാൻ സെക്കൻഡ് നമ്പർ and if the result is positive first number greater than second number ആ ഒരു എക്സാമ്പിൾ മാത്രം രണ്ട് നമ്പർ എടുത്തിട്ട് എക്സാമ്പിൾ ആലോചിക്കുക സബ്ട്രാക്ട് ചെയ്ത് നോക്കുക സോ അതിന്റെ ആൻസറിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഓക്കെ സോ ന്യൂമറിക് സോർട്ടിൽ നമ്മൾ എന്താ ചെയ്യുക കമ്പാരിസൺ ആണ് ചെയ്യുക ഓക്കെ സോ അതിന്റെ എക്സാമ്പിൾ നോക്കൂ സ്ക്രിപ്റ്റ് കൊടുത്തു വേർ പോയിന്റ്സ് ഇസ് എൻ എറേ എന്താണ് ഒരു നമ്പേഴ്സിന്റെ എറേ ആണ് സോ അസെൻഡിങ് ഓർഡറിലാണ് നിങ്ങൾക്ക് സോർട്ട് ചെയ്യണം അസെൻഡിങ് ഓർഡർ മീൻസ് ഫ്രം ലോവർ ടു ഹയർ ഓക്കെ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അലേർട്ട് കൊടുത്തു പോയിന്റ്സ് ഡോട്ട് എറയുടെ പേര് ഡോട്ട് സോർട്ട് മെത്തേഡ് ആണ് പോയിന്റ്സ് ഡോട്ട് സോർട്ട് ഓഫ് അതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യൂ ഫംഗ്ഷൻ ഓഫ് എ കൊമ ബി കോൾ ചെയ്തു ഫംഗ്ഷൻ ഓഫ് എ കൊമ ബി എന്താ ചെയ്യേണ്ടത് അത് അവിടെ തന്നെ കൊടുത്തു ഫംഗ്ഷൻ ഓഫ് എ കൊമ ബി ചെയ്യണം ആൻഡ് എന്താ ചെയ്യേണ്ടത് റിട്ടേൺ എ മൈനസ് ബി റിട്ടേൺ ചെയ്യണം ഓക്കെ അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യും 40ഉം 100ഉം എടുക്കും ഓക്കെ ഇവിടെ അസെൻഡിങ് ഓർഡർ ആണ് 40 100 എടുക്കും സോ 40 മൈനസ് 100 എന്താണ് 40 മൈനസ് 100 നെഗറ്റീവ് വാല്യൂ ആണ് സോ അതിനർത്ഥം 40 ഈസ് ലെസ് ദാൻ 100 അപ്പൊ അവിടെ എന്ത് വേണ്ട ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അസെൻഡിങ് ഓർഡറിന്റെ കേസിൽ നമുക്ക് ലോവർ ടു ഹയർ ആ കിട്ടേണ്ടത് സോ 40 100 കറക്റ്റ് ഓർഡർ ആണ് ഓക്കെ നെക്സ്റ്റ് എന്ത് ചെയ്യും ഈ സോർട്ട് ഫംഗ്ഷൻ 100ഉം 1ഉം ചെക്ക് ചെയ്യും 100ഉം 1ഉം ചെക്ക് ചെയ്യുമ്പോൾ 100 മൈനസ് 1 നെഗറ്റീവ് നമ്പർ 100 മൈനസ് 1 99 ഓക്കെ പോസിറ്റീവ് നമ്പർ ആണ് സോ 100നെ മാറ്റണം 100നെ സോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വരുത്തണം 1 ഇപ്പുറത്തോട്ട് വരും ഓക്കെ അങ്ങനെ നെക്സ്റ്റ് എന്ത് ചെയ്യും ആ 100ഉം 5ഉം ചെക്ക് ചെയ്യും അപ്പൊ 5 എക്സ്ചേഞ്ച് ചെയ്യണം ദെൻ 125 ചെക്ക് ചെയ്യും എക്സ്ചേഞ്ച് ചെയ്യും നെക്സ്റ്റ് എന്താണ് 100ഉം 10ഉം ചെക്ക് ചെയ്യും 10 എക്സ്ചേഞ്ച് ചെയ്യും ഓക്കെ അപ്പോൾ 100 ഇവിടെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ആവും നമ്മൾ സി പ്രോഗ്രാമിൽ പഠിച്ച പോലത്തെ സോർട്ടാണ് ഓക്കെ ഫിക്സ് ആവും നെക്സ്റ്റ് ബാക്കിയുള്ള എലമെന്റ്സ് ഇതിങ്ങനെ കമ്പയർ ചെയ്യേണ്ടി വരും ഓക്കെ സോ സോർട്ട് മെത്തേഡ് എന്താ ചെയ്യുന്നത് സോർട്ടിങ് തന്നെയാണ് പക്ഷെ നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ കൂടെ ഒരു ഫംഗ്ഷൻ പറഞ്ഞു കൊടുക്കുക കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വിൽ പെർഫോം ദ സോർട്ട് ഓക്കെ സോർട്ട് ഓപ്പറേഷൻ അവർ ചെയ്തോളൂ
ഓക്കെ, പക്ഷെ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കും അസെൻഡിങ് ഓർഡർ ആണെങ്കിൽ റിട്ടേൺ എ മൈനസ് ബി, ഡിസെൻഡിങ് ഓർഡർ ആണെങ്കിൽ റിട്ടേൺ ബി മൈനസ് എ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അസെൻഡിങ് ഓർഡറിന്റെ കേസിൽ എ മൈനസ് ബി ആണ് റിട്ടേൺ ചെയ്യുക, ഡിസെൻഡിങ് ഓർഡറിന്റെ കേസിൽ ബി മൈനസ് എ ആണ്. നമ്മൾ സി പ്രോഗ്രാം പഠിച്ചപ്പോഴും വി ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ലൂപ്പിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും മാറും. ഓക്കെ, എ മൈനസ് ബി റിട്ടേൺ ചെയ്യുമ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് കിട്ടുക, ഡിസെൻഡിങ് ഓർഡറിൽ ബി മൈനസ് എ ആണ് ചെയ്യേണ്ടത്. സോ അത് ചെയ്യുന്നത് ആരാണ്? സോർട്ട് തന്നെ ചെയ്തോളും. ഇപ്പൊ നമ്പേഴ്സിന്റെ കേസിൽ നമ്മൾ അവിടെ ഒരു ഫംഗ്ഷനും കൂടെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഒരു സബ്ട്രാക്ഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ കൊടുക്കണം. ആ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്താണ്? ജസ്റ്റ് റിട്ടേൺ ചെയ്യും, സബ്ട്രാക്റ്റഡ് വാല്യൂ റിട്ടേൺ ചെയ്യും. അത് വെച്ചിട്ടാണ് ഇവർ സോർട്ട് ചെയ്യുക. ഓക്കെ, സോ അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നോക്കണം. അസെൻഡിങ്ങിന്റെ കേസിൽ എ മൈനസ് ബി ആണ് നമ്മൾ ചെയ്യുക, പെർഫോം ചെയ്യുക. ഡിസെൻഡിങ്ങിന്റെ കേസിൽ ബി മൈനസ് എ. കാരണം ഡിസെൻഡിങ്ങിന്റെ കേസിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഫസ്റ്റ് സോർട്ട് ആവും. ഫസ്റ്റ് പൊസിഷനിലെ ആളാണ് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ആവുക. അസെൻഡിങ്ങിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ലാസ്റ്റ് സോർട്ട് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ എ മൈനസ് ബിയും ബി മൈനസ് എ റിട്ടേൺ ചെയ്യുന്നത്. നോർമലി സിയിലൊക്കെ പഠിച്ചിട്ടുള്ള സെയിം ലോജിക് തന്നെ. സോ സ്ട്രിങ്സിന്റെ കേസിൽ ജസ്റ്റ് നിങ്ങൾ സോർട്ട് ഓഫ് എന്ന് വിളിച്ചാൽ മതി. ബട്ട് നമ്പേഴ്സിന്റെ കേസിലാണെങ്കിൽ, ന്യൂമറിക് സോർട്ട് ആണെങ്കിൽ യു ഹാവ് ടു പ്രൊവൈഡ് എ ഫംഗ്ഷൻ. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് 2 values, then it should return a minus b or b minus a depending on your sorting. Okay, ascending sort ആണെങ്കിൽ a minus b, descending ആണെങ്കിൽ b minus a. ഇവർ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 3 values ആണ്, നെഗറ്റീവ്, 0 or പോസിറ്റീവ്. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സോർട്ടിംഗ് വരിക. ഓക്കെ, നെഗറ്റീവ് മീൻസ് ഇപ്പൊ എ മൈനസ് ബിയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ദറ്റ് ഈസ് എ ലെസ് ദാൻ ബി, 0 ആണെങ്കിൽ എ ഈക്വൽ ടു ബി, പോസിറ്റീവ് ആണെങ്കിൽ എ ലെസ് ദാൻ എ ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂമറിക് സോർട്ട്. ദെൻ റിവേഴ്സിങ് ഇൻ എറേ. റിവേഴ്സ് ചെയ്യുന്ന ജസ്റ്റ് എലമെന്റ്സിനെ ബാക്കിൽ നിന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. സോ ഫ്രൂട്ട്സ് ഇസ് എൻ എറേ കൺസിസ്റ്റിംഗ് ഓഫ് ബനാന, ഓറഞ്ച്, ആപ്പിൾ, മാംഗോ ആസ് എലമെന്റ്സ്. സോ ഫ്രൂട്ട്സ് ഡോട്ട് സോർട്ട് മീൻസ് ദിസ് ഇസ് എ സ്ട്രിങ് എറേ അല്ലേ, സ്ട്രിങ്സ് ആണ്. സോ സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യും. ദെൻ ഫ്രൂട്ട്സ് ഡോട്ട് റിവേഴ്സ് ഓഫ് മീൻസ് എന്താണ്? നേരെ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ഓക്കെ, സോ സോർട്ട് ചെയ്യുമ്പോൾ എന്താ ആൻസർ? ആപ്പിൾ, ബനാന, മാംഗോ, ഓറഞ്ച് എന്നായിരിക്കും. റിവേഴ്സ് ചെയ്യുമ്പോഴോ ഓറഞ്ച്, മാംഗോ, ബനാന, ആപ്പിൾ. നേരെ റിവേഴ്സ് ചെയ്യാം, ബാക്കിൽ നിന്ന് ഫസ്റ്റിലോട്ടേക്ക് പോവുക. ദാറ്റ് ഇസ് റിവേഴ്സ്. സോ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിവേഴ്സ് ഫംഗ്ഷൻ ഇസ് ദയർ. സോ അപ്പോൾ സോർട്ടിന്റെ കേസ് മാത്രം ഒന്ന് ഓർത്താൽ മതി. സോർട്ടിന്റെ കേസിൽ ന്യൂമറിക്കലി വരുമ്പോൾ ജസ്റ്റ് ആഡ് ദിസ് ഫംഗ്ഷൻ ആൻഡ് അക്കോർഡിംഗ് ടു ദ ഓർഡർ റിട്ടേൺ ഇറ്റ്. അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. ഇത്രയാണ് എറേസിലുള്ള കോമൺ ആയിട്ട് വരുന്ന ഫങ്ഷൻസ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? സോർട്ട്, റിവേഴ്സ്, ന്യൂമറിക് സോർട്ട്, ദെൻ ലാസ്റ്റ് ക്ലാസ്സിലെ സ്ലൈസ്, മെർജ്, കൺകാറ്റ് ഫംഗ്ഷൻ, സ്പ്ലൈസ് ഫംഗ്ഷൻ, ഡിലീറ്റ്, unshift, shift, pop, push. These are all the main methods in array. So adangane question chodikka, either they will ask it as what is slice method endana, concatenate method endana, like that they can ask. Otherwise generally they will ask illustrate some functions used in arrays. Clear ano? Clear aanu message ide doubt unde chodikku. Clear? Clear ആണോ? അജ്മൽ, ശ്രദ്ധ, അഖിൽ, അനുഗ്രഹ്, ദേവിക, മസ്ന, നിതിൻ, റസ്വിൻ, വിഷ്ണു. Okay, so next is JavaScript functions. Okay, what is function? എന്താണ് function? It is a module അല്ലേ, ഒരു module ആണ് function. ഓക്കെ, നമുക്കൊരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ടാസ്ക് ആണെങ്കിൽ വി എംബഡഡ് ഇറ്റ് ഇൻ എ സെപ്പറേറ്റ് കോഡ്, ഒരു സെപ്പറേറ്റ് കോഡ് ആക്കി വെക്കും. ദെൻ വി വിൽ കോൾ ദാറ്റ് കോഡ്, ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കും അല്ലേ. ഒരു ഫംഗ്ഷൻ ആക്കി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? കോൾ ചെയ്യാം. ആ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷനിലോട്ട് പോവും, ഫംഗ്ഷൻ പെർഫോം ചെയ്യും, ദെൻ ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക്. ഇങ്ങനെയാണ് നോർമലി ഒരു ഫംഗ്ഷന്റെ പറയുന്നത് അല്ലേ. ഒരു സ്പെസിഫിക് ടാസ്ക് വി ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഡ്സ് റിപ്പീറ്റ് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഫംഗ്ഷൻ ആക്കിയിട്ട് കൊടുക്കും, ഒരു മൊഡ്യൂൾ ആക്കിയിട്ട് കൊടുക്കും. ആ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? കോൾ ചെയ്യാം. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ ഡെഫിനിഷനിലോട്ട് പോവും. ഡെഫിനിഷനിൽ ടാസ്ക് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ഫംഗ്ഷൻ, അത് പെർഫോം ചെയ്യും. ദെൻ ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക്.
എവിടെയാണോ കോൾ ചെയ്തിട്ടുള്ളത് അവിടെ റിട്ടേൺ ചെയ്യും. സോ അതാണ് ഒരു ഫംഗ്ഷന്റെ ജനറൽ കേസ്. ലൈക്ക് സി ആൻഡ് C++, ജാവാസ്ക്രിപ്റ്റിലും എന്തുണ്ട്, ഫംഗ്ഷൻസ് നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഇൻ ജാവാസ്ക്രിപ്റ്റ് a function definition consists of function keyword ഉണ്ടാവും, then function name, then formal parameters. Okay, the parameters inside the function definition is called as formal parameters. Okay, function definitionൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, ഓക്കെ, ഇവിടെ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ഡാറ്റേനെയാണ് നമ്മൾ ഫോർമൽ എന്ന് പറയാം. ഓക്കെ, ഫംഗ്ഷൻ കോളില് നമ്മൾ പാസ് ചെയ്യുന്ന ഡാറ്റേനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ സിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾ void main എന്നൊരു ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പൊ void main ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ആഡ് ഓഫ് a, b എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആഡ് ഈസ് എ ഫംഗ്ഷൻ നെയിം, എന്താണ് ആഡ് ചെയ്യേണ്ടത്, എയും ബിയും ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ് യു വിൽ പാസ്. അപ്പോൾ എ ബിനെയാണ് നമ്മൾ എന്ത് പറയണേ, ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷന്റെ ബോഡിയിൽ, അതായത് നിങ്ങൾ ഇപ്പം ഇൻറ്റ് ആഡ് ഓഫ് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ അവിടുന്ന് എയും ബിയും വന്നു കഴിഞ്ഞാൽ ഇവിടെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാരുണ്ടാവും. സോ അവരെയാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ കോളിലുള്ളത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. സോ അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഫോർമൽ പാരാമീറ്റേഴ്സും ആക്ച്വൽ പാരാമീറ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എപ്പോഴും ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ, ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റിൽ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ എന്താണ്, ഫോർമൽ ആണ്. നെക്സ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ, ദാറ്റ് ഈസ് ആക്ച്വൽ പാരാമീറ്റർ. ഓക്കെ, സോ ഫംഗ്ഷൻ ഡെഫിനിഷൻ കൺസിസ്റ്റ് ഓഫ് എ ബോഡി. ഓക്കെ, ബോഡിയിലാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് എഴുതുക. സോ ഫംഗ്ഷൻ കീവേഡ്, ഫംഗ്ഷൻ നെയിം, ഫോർമൽ പാരാമീറ്റേഴ്സ്, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദെൻ ബോഡി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ ഇഫ് ദർ ഇസ് എ റിട്ടേൺ, നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. വാല്യൂ റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാല്യൂ റിട്ടേൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, റിട്ടേൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അൺഡിഫൈൻഡ് വാല്യൂ റിട്ടേൺ ചെയ്യും. ഓക്കെ, ദെൻ ഫംഗ്ഷൻസ് നോർമലി ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ കൺസിഡേർഡ് ആസ് ഒബ്ജക്ട്സ്. ഓക്കെ, ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കൂ, ref fun equal to fun എന്ന് വെച്ചാൽ fun is the name of the function. ഓക്കെ, ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ആണ്. സോ അതിനെ വേറൊരു ഒബ്ജക്റ്റിലോട്ട് അസൈൻ ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുക, ഇപ്പോൾ ref fun എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ കോൾ ചെയ്യുക, ഫംഗ്ഷന്റെ പേര് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ ഡാറ്റ പാസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ ജസ്റ്റ് കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫംഗ്ഷന്റെ പേര് അതിന്റെ കൂടെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ പാരാമീറ്റേഴ്സ് കൊടുക്കുക. ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നാണ് പറയാം ഇവിടെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ. ഫംഗ്ഷൻ ഡെഫിനിഷനിലാണ് ഫോർമൽ പാരാമീറ്റേഴ്സ് വരിക. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻ സെയിം തന്നെയാണ്. സോ ഇവിടെ നോക്കൂ, ഒരു സ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ കൊടുത്തു. ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷന്റെ പേര് മൈ ഫംഗ്ഷൻ എന്നാണ് പേര്. ഫോർമൽ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, a, b. എന്താ ചെയ്യണത്, റിട്ടേൺ ജസ്റ്റ് a സ്റ്റാർ b. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു, വേർ x ഈക്വൽ ടു മൈ ഫംഗ്ഷൻ ഓഫ് 4,3. ദിസ് ഈസ് ദ ഫംഗ്ഷൻ കോൾ. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്തോ റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്താ റിട്ടേൺ ചെയ്യണേ, മൾട്ടിപ്ലൈഡ് റിസൾട്ട് ആണ് റിട്ടേൺ ചെയ്യുന്നത്. സോ ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരാൾ ഉണ്ടായിരിക്കണം. റിട്ടേൺ ചെയ്യുവാണെങ്കിൽ ദാറ്റ് വാല്യൂ ഷുഡ് ബി ആക്സെപ്റ്റഡ് അറ്റ് ഹിയർ. ഓക്കെ, എവിടെയാ റിട്ടേൺ ചെയ്യുക ഒരു ഫംഗ്ഷൻ, ഇപ്പൊ ഇവിടെ ഫംഗ്ഷൻ നോക്കൂ, വേർ x ഈക്വൽ ടു മൈ ഫംഗ്ഷൻ ഓഫ് 4,3 എന്ന് പറഞ്ഞാൽ എന്താ, x ഇസ് എ വേരിയബിൾ, ഈക്വൽ ടു മൈ ഫംഗ്ഷൻ മീൻസ് ഒരു ഫംഗ്ഷന്റെ പേരാണ്. ഓക്കെ, ഫംഗ്ഷനെ കോൾ ചെയ്തു വിത്ത് ഡാറ്റ 4,3. ഓക്കെ, അപ്പോൾ എന്താണ്, ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോവും. ഡെഫിനിഷനിലോട്ട് എന്ത് വരും, ഈ 4 എന്ന് പറഞ്ഞ ഡാറ്റ എയിലോട്ട് കോപ്പി ആവും, 3 എന്ന് പറഞ്ഞ ഡാറ്റ ബിയിലോട്ട് കോപ്പി ആവും. ഓക്കെ, സോ a ഈക്വൽ ടു 4, b ഈക്വൽ ടു 3. നെക്സ്റ്റ് എന്ത് ചെയ്യും, റിട്ടേൺ a സ്റ്റാർ b എന്ന് പറഞ്ഞാൽ 4 into 3 ദാറ്റ് ഈസ് 12. 12 വിൽ ബി റിട്ടേൺഡ്. എവിടെയാ റിട്ടേൺ ചെയ്യുക, ഈ ഫംഗ്ഷൻ കോൾ തന്നെ മാറിയിട്ട് അവിടെ എന്ത് വരും, 12 എന്ന് പറഞ്ഞൊരു ആൻസർ വരും. ഓക്കെ, എവിടെയാണോ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുള്ളത് അവിടെയാണ് റിട്ടേൺ വരിക. ഓക്കെ, സോ ഫംഗ്ഷനെ കോൾ ചെയ്തു, ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോയി, സ്കിപ്പ് ചെയ്തു, അവിടെ വർക്ക് ചെയ്തിട്ട് റിട്ടേൺ ഇസ് ദെയർ. സോ റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ വാല്യൂ റിട്ടേൺ ആവും. ആ വാല്യൂ എവിടെയെങ്കിലും സേവ് ചെയ്യണം.
അതിനാണ് നമ്മൾ സംതിങ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്തത്. സോ ഈ 12 എന്ന് പറഞ്ഞ വാല്യൂ എക്സിലോട്ട് വരും. സോ അലേർട്ട് ഓഫ് എക്സ് മീൻസ് ആൻസർ വിൽ ബി 12. 4 into 3 ചെയ്തിട്ട് 12 കിട്ടും. സോ എപ്പോഴും റിട്ടേൺ ഉണ്ടെങ്കിൽ സംതിങ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായിരിക്കണം ഫംഗ്ഷൻ കോൾ. Okay, so 4 and 3 are actual parameters and a comma b are formal parameters. Okay, formal parameters and actual parameters and ചോദിച്ചു കഴിഞ്ഞാൽ give this example. Okay, because function call ന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ഡാറ്റ കൊടുത്തോ that is actual and function definitionൽ നിങ്ങൾ എന്ത് കൊടുത്തോ that is formal. Okay, so if there is a return statements ഉണ്ടെങ്കിൽ they will be returned, a value will be returned and that value should be copied to somewhere. അപ്പോൾ ഇവിടെ var ഒരു variable കൊടുത്തിരിക്കണം. Okay, then result നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. alert of x കൊടുക്കുക, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ നോക്കൂ, my function of a, b ഇവിടെയും a star b ആണ്. ബട്ട് ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ ജസ്റ്റ് ഇവിടെ var x equal to എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളത് എക്സ് ഡിസ്പ്ലേ ചെയ്തു. ഹിയർ ഡയറക്ട്ലി അലേർട്ട് കൊടുത്തു. നമ്മൾ പ്രിന്റ്എഫിന്റെ ഉള്ളിൽ ഡയറക്റ്റ് ആയിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തത് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ സിയിൽ. Okay, from printf itself you can call the function. Okay, so that the result will be printed directly. അതുപോലെ ഇവിടെ അലേർട്ടിന്റെ ഉള്ളിലാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, my function of 10,2 എന്ന് വിളിച്ചത്. So that is a function call. ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോയി എയുടെ വാല്യൂ 10 ആയി, ബിയുടെ വാല്യൂ 2 കിട്ടും. 10 will be copied to a, 2 will be copied to b. 10 into 2 is 20. 20 will be returned to alert function. Alert ഫംഗ്ഷനിലാണ് 20 റിട്ടേൺ ആവുന്നത്. ദാറ്റ് മീൻസ് 20 will be put it in a dialog box. അലേർട്ട് ചെയ്യും, ഡയലോഗ് ബോക്സിൽ അലേർട്ട് ചെയ്യും. സോ ഇത് വൺ വേ. ദിസ് ഇസ് അനദർ വേ. ഇവിടെ ഒരു നിങ്ങൾ വാരിയബിളിലോട്ട് വെച്ചിട്ട് ആ വാരിയബിൾ ആണ് നിങ്ങൾ എന്ത് ചെയ്തത്, അലേർട്ട് ചെയ്തത്. ബട്ട് ഇവിടെ ഡയറക്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലേർട്ട് ഫംഗ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മളത് സി പഠിച്ചതുപോലെ തന്നെ. ഓക്കെ, either directly you can give it in printf function. സോ അതാണ് എന്ത് ഫംഗ്ഷന്റെ കേസിൽ. സോ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാവും, ഓക്കെ, ഫംഗ്ഷൻ കോളും ഉണ്ടാവും. ഡെഫിനിഷനിൽ പാരാമീറ്റേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പാരാമീറ്റേഴ്സ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ കോൾ ആണ് ആക്ച്വൽ ആൻഡ് ദോസ് ഇൻസൈഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഈസ് നോൺ ആസ് ഫോർമൽ. ആൻഡ് ജാവാസ്ക്രിപ്റ്റ് നോർമലി യൂസസ് പാസ് ബൈ വാല്യൂ മെത്തേഡ് ആണ്. സിയിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ് മെക്കാനിസം. പോയിന്റേഴ്സ് വെച്ചിട്ടാണ് നിങ്ങൾ റെഫറൻസ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നോർമലി ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് എന്താണ്, പാസ് ബൈ വാല്യൂ, ദാറ്റ് ഈസ് എ കോപ്പി ആണ് പോകുന്നത്. ഓക്കെ, ഈ 4 എന്ന് പറഞ്ഞ ഡാറ്റ ഇസ് കോപ്പീഡ് ടു എ, 3 ഡാറ്റ ഇസ് കോപ്പീഡ് ടു ബി. പാസ് ബൈ വാല്യൂ ആണ് ജാവാസ്ക്രിപ്റ്റിൽ വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് എൻ എക്സാമ്പിൾ നോക്കൂ. ഓക്കെ, ഫംഗ്ഷൻ document.html കൊടുത്തു. ഹെഡ് പോർഷനിൽ, ഹെഡിലാണ് നിങ്ങൾ ഫംഗ്ഷനെ കൊടുത്തിട്ടുള്ളതെങ്കിൽ, ഓക്കെ, ഹെഡിൽ സ്ക്രിപ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു, ഫംഗ്ഷൻ ടെസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഫംഗ്ഷന്റെ പേര് ടെസ്റ്റ് എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റിംഗ് എനി പാരാമീറ്റർ. ഓക്കെ, നോട്ട് ആക്സെപ്റ്റിംഗ്. അവിടെ എന്താ ചെയ്തത്, document.get element by id of hello dot inner html equal to welcome to javascript function. അപ്പൊ എന്താ, ഹെലോ എന്ന് പറഞ്ഞ ഒരു ഐഡി ഉണ്ട്. there you have to write the content as welcome to javascript function. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡ് പോർഷനിലാണ് നിങ്ങൾ സ്ക്രിപ്റ്റ് കൊടുത്തത്. സോ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ബോഡിയിൽ നിങ്ങൾ ഐ ഡി ഈക്വൽ ടു ഹെലോ, പാരഗ്രാഫ് ടാഗിൽ ഐ ഡി ഈക്വൽ ടു ഹെലോ സെറ്റ് ചെയ്തു. ഹെലോ വേൾഡ് എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓൾറെഡി നിങ്ങൾ ഐ ഡി ഹെലോ എന്ന് പറഞ്ഞ ഐ ഡിയിലെ കണ്ടന്റ്, പാരഗ്രാഫിലെ കണ്ടന്റ് ഹെലോ വേൾഡ് ആണ്. സോ ആ ഹെലോ വേൾഡിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ദർ ഇസ് എ കണ്ടന്റ് ഹെലോ വേൾഡ്. ആ ഹെലോ വേൾഡിന്റെ ഐ ഡി ആണ് ഹെലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് യു പുട്ട് എ ബട്ടൺ, ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ ആണ്. ഓൺ ക്ലിക്ക് ഈസ് ആൻ ഇവന്റ്. എന്താണ്, ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷൻ കോൾ ചെയ്യണം, ടെസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഓക്കെ, ഓൺ ക്ലിക്ക് മീൻസ് വെൻ യു ആർ ട്രൈങ് ടു ക്ലിക്ക് ദ ബട്ടൺ, ഓക്കെ, ടെസ്റ്റ് ഓഫ് ഫംഗ്ഷൻ ഷുഡ് ബി കോൾഡ്. ആൻഡ് ബട്ടന്റെ പേര് എന്താണ്, ട്രൈ ടു ചേഞ്ച്. ഓക്കെ, ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, അതിന്റെ പേര് ട്രൈ ടു ചേഞ്ച് എന്നാണ്. സോ വെൻ യു ആർ ക്ലിക്കിംഗ് ദാറ്റ് ബട്ടൺ, ടെസ്റ്റ് ഓഫ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷന്റെ പേര് ബ്രാക്കറ്റിൽ, പാരാമീറ്റേഴ്സ് ഇല്ല, സോ ജസ്റ്റ് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് പോകും. ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്തു, ബട്ടൺ പ്രസ് ചെയ്തു, ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് പോയി. എന്താ ചെയ്യണത്, ഐ ഡി ഹെലോ ആണ്. സോ ഹെലോ എന്ന് പറഞ്ഞിട്ടുള്ള ഐ ഡി റിട്രീവ് ചെയ്തു. വേറെ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു, ഹെലോ വേൾഡ്. ദാറ്റ് കണ്ടന്റ് ഈസ് മോഡിഫൈഡ് ആസ് വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ.
ഓക്കെ, കണ്ടന്റ് മോഡിഫൈ ചെയ്തു, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ. സോ ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ ഹെഡ് പോർഷനിൽ കൊടുക്കുന്നത്. ഓക്കെ, ഹെഡ് പോർഷനിലും കൊടുക്കാം ആൻഡ് യു ക്യാൻ ഗിവ് ഇറ്റ് ഇൻ ബോഡി പോർഷൻ ഓൾസോ. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഹെഡ് പോർഷനിലും കൊടുക്കാം. സോ സ്ക്രിപ്റ്റ് അവിടെ എഴുതണം. ആൻഡ് ഇഫ് യു ആർ പ്രൊവൈഡിങ് ഇറ്റ് ഇൻ ബോഡി പോർഷൻ, ബോഡിയിൽ സ്ക്രിപ്റ്റ് കൊടുത്താൽ മതി. എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, സോ ബോഡിന്റെ കേസിൽ നോക്കൂ, HTML ബോഡി ഒരു ഹെഡിങ് ഉണ്ട്, എ വെബ് പേജ്, ദെൻ ID ഒരു ഡെമോ എന്ന് പറഞ്ഞ ID ഉണ്ട്, ആൻഡ് കണ്ടന്റ് എന്താണ്, പാരഗ്രാഫിലെ കണ്ടന്റ് ഹെലോ എന്നാണ്. ഓക്കെ, ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ ഉണ്ട്, ബട്ടണിന്റെ വാല്യൂ ചേഞ്ച് എന്നാണ്, ഓൺ ക്ലിക്ക് ഈക്വൽ ടു ടെസ്റ്റ് ഓഫ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ കോൾ. ഓക്കെ, ടെസ്റ്റ് ഓഫ് ഫംഗ്ഷൻ കോൾ ചെയ്യണം. അപ്പോൾ സ്ക്രിപ്റ്റ് എവിടെയാണ് ഉള്ളത്? ഇവിടെ തന്നെ, ബോഡി തന്നെയാണ് സ്ക്രിപ്റ്റ് ഉള്ളത്. എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? document dot get element by ID of demo dot inner HTML equal to welcome to HTML function. സെയിം തന്നെ, പക്ഷെ സ്ക്രിപ്റ്റിന് നിങ്ങൾ എവിടെ എഴുതി? ബോഡി പോർഷനിൽ എഴുതി. ഓക്കെ, ഇറ്റ് ഡസൻ മാറ്റർ, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എഴുതാം. സോ എന്ത് ചെയ്യും? ഇവിടെ ഹെലോ എന്ന് മാറി, ഹെലോ എന്നായിരുന്നു പാരഗ്രാഫിന്റെ കണ്ടന്റ്. സോ അത് മാറിയിട്ട് വെൽക്കം ടു HTML ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വരും. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക. സോ ഇങ്ങനെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് 2 വേസിൽ കൊടുക്കാം, either in head portion or in body portion. സോ ഫംഗ്ഷന്റെ ലോജിക് ഒക്കെ സെയിം ആണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഡെഫിനിഷനിലോട്ട് പോവും, ഡെഫിനിഷൻ ചെയ്തിട്ട് തിരിച്ചു വരും. അത് തന്നെ ഇവിടെ നടക്കുന്നത്. ബട്ട് യു ആർ പുട്ടിങ് ഇറ്റ് ഇൻ എ സ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റിന്റെ ഉള്ളിലാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, എറേയുടെ എക്സാമ്പിൾ. ഫംഗ്ഷൻ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ പേര് fun1. ഡാറ്റ എന്താണ് എടുക്കുന്നത്? ഒരു മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എറേ ഉണ്ട്. എങ്ങനെയാ ക്രിയേറ്റ് ചെയ്ത? ന്യൂ എറേ ഓഫ് 4 ഡാറ്റ, 2, 4, 6, 8 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡിജർ അല്ലെങ്കിൽ ഒരു ന്യൂമറിക് എറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്തു, fun1 ഓഫ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഈ ലിസ്റ്റ് 2, 4, 6, 8 എന്ന് പറഞ്ഞ ഡാറ്റയാണ് പാസ് ആവുന്നത്. എറേ കംപ്ലീറ്റ്, ഓക്കെ, എറേയുടെ പേര് ലിസ്റ്റ് എന്നാണ്. സോ ദാറ്റ് മീൻസ് എറേയുടെ എലമെന്റ്സ് കംപ്ലീറ്റ് പാസ് ആവും. ഓക്കെ, എവിടത്തേക്ക് പാസ് ആവും? മൈ ലിസ്റ്റിലോട്ട് കോപ്പി ആവും. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 ആണ്. സോ ലിസ്റ്റിലുള്ള ഡാറ്റ കംപ്ലീറ്റ് മൈ ലിസ്റ്റിലോട്ട് കോപ്പി ആവും. ഓക്കെ, അപ്പോൾ 2, 4, 6, 8 ഇവിടെ വരും. അത് ജസ്റ്റ് അലേർട്ട് ചെയ്യുമ്പോൾ, അലേർട്ട് ഓഫ് മൈ ലിസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? 2, 4, 6, 8 ആസ് എലമെന്റ്സ്. കാരണം എന്താ? നിങ്ങൾ പാസ് ചെയ്തത് 2, 4, 6, 8 ആണ്. അതിവിടെ കിട്ടിയിട്ടുണ്ട്. അത് അലേർട്ട് ചെയ്യുമ്പോൾ 2, 4, 6, 8 തന്നെ വരും. ഇനി നിങ്ങൾ എന്ത് ചെയ്തു? ഒരു another array ക്രിയേറ്റ് ചെയ്തു വിത്ത് എലമെന്റ്സ് 1, 3, 5. ഓക്കെ, 1, 3, 5 ആണ്. ആൻഡ് മൈ ലിസ്റ്റ് ഓഫ് 3 ഈക്വൽ ടു 14 എന്ന് വെച്ചാൽ എന്താ? മൈ ലിസ്റ്റ് എന്ന് പറയുന്ന എറേ ആണ്, അതിൽ 4 എലമെന്റാ ഉള്ളത്. ഓക്കെ, 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ. ഓക്കെ, 0, 1, 2, 3. ബട്ട് നിങ്ങൾ എന്ത് ചെയ്തു? തേർഡ് പൊസിഷനിലെ എലമെന്റിനെ നിങ്ങൾ എന്ത് ചെയ്തു? 14 ആക്കിയിട്ട് സെറ്റ് ചെയ്തു. അതായത് ഓൾറെഡി അവിടെ 8 എന്ന് പറഞ്ഞതായിരുന്നു ഉണ്ടായത് തേർഡ് പൊസിഷനിൽ. ദാറ്റ് ഈസ് ചേഞ്ച്ഡ് ടു 14. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അലേർട്ട് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക? 2, 4, 6 കിട്ടും. ആൻഡ് 8 വിൽ ബി റീപ്ലേസ്ഡ് ബൈ 14. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മൈ ലിസ്റ്റ് ഈക്വൽ ടു, മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞ എറേ ഈക്വൽ ടു ലിസ്റ്റ് 2. ലിസ്റ്റ് 2 നിങ്ങൾ പുതുതായിട്ട് ന്യൂലി ക്രിയേറ്റഡ് ആണ്, 1, 3, 5 എന്നുള്ള വാല്യൂ വെച്ചിട്ട്. സോ അതാണ് മൈ ലിസ്റ്റിലേക്ക് കോപ്പി ആവുക. ഓക്കെ, സോ ഓൾറെഡി മൈ ലിസ്റ്റിൽ 2, 4, 6, 14 ഉണ്ടായിരുന്നു. ദാറ്റ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ എ ന്യൂ എറേ. ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂ എറേ റീപ്ലേസ് ആവും. ആൻഡ് വെൻ യു ആർ ഗോയിങ് ടു അലേർട്ട് മൈ ലിസ്റ്റ്, ദ ആൻസർ വിൽ ബി 1, 3, 5. ഓക്കെ, എന്തുകൊണ്ടാ? മൈ ലിസ്റ്റിൽ എലമെന്റ്സ് മാറി. ഓക്കെ, അവിടെ കോപ്പിയിങ് നടന്നു. സോ എലമെന്റ്സ് മാറി. 2, 4, 6, 8, 14 ആയിരുന്നു. ദാറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ 1, 3, 5. സോ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ എന്താണ്? എറേ വെച്ചിട്ട് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം, ഫംഗ്ഷൻസിലും ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ കോഡ്സ് വേണമെങ്കിലും എഴുതാം, ജസ്റ്റ് അലേർട്ട് ചെയ്താൽ മതി. ബട്ട് എന്താ പഠിക്കേണ്ടത്? ഒരു എറേ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എറേ നിങ്ങൾക്ക് ഫംഗ്ഷന്റെ ഉള്ളിൽ പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഷുഡ് ആക്സെപ്റ്റ് എൻ എറേ. അപ്പോൾ ഒരു എറേ അവിടെ കൊടുക്കുക, മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞ എറേ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? എറേയിലുള്ള കംപ്ലീറ്റ് എലമെന്റ്സും കോപ്പി ആവും. ഓക്കെ, ദെൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ സെമി കോളൻ ഇടാം. ഡെഫിനിഷനിൽ ബോഡി ഉള്ളത് കൊണ്ട് യു ഷുഡ് നോട്ട് പുട്ട് എ സെമി കോളൻ ഹിയർ.
ഓക്കെ, സോ ഇത് ജസ്റ്റ് ഒരു എറേ പാസ് ചെയ്യുന്നത് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. ക്ലിയർ ആണോ എങ്ങനെയാണ് എറേ പാസ് ചെയ്യുന്നത്? ഒരു എറേ പാസ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ all the elements in that array will be passed and you can manipulate the array. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്തേ. ക്ലിയർ ആണോ? അത്തിൻ, സിനാൻ, നഫ, റോഷൻ, സാരംഗ്, വൈഷ്ണവി, സംഗീത്, കീർത്തന, ദേവിക, അഞ്ജലി, ആദർശ്, ആകാശ്. ക്ലിയർ ആണോ? ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് കോൾ ബാക്ക് ഫംഗ്ഷൻ. ദാറ്റ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോൾ ബാക്ക് ഫംഗ്ഷൻ എന്താണ് വിത്ത് എൻ എക്സാമ്പിൾ പഠിക്കുക. ഒന്ന് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഫംഗ്ഷനെ നിങ്ങൾ വിളിക്കുന്നു. Okay, there is one function and you are and there is one function, two functions are there. So ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് വേറെ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, അതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് മാത്രം നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ബിക്കോസ് അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കോൾ ബാക്ക് ഫംഗ്ഷൻ കോൺസെപ്റ്റ് എന്താണ്? ഓക്കെ, ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുപോലെ റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നോക്കൂ, ബോഡി പോർഷനിൽ ക്ലിക്ക് ദ ഫോളോയിങ് ബട്ടൺ ടു കോൾ ദ ഫംഗ്ഷൻ, അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ ആണ്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്താണ്? സെക്കൻഡ് ഫംഗ്ഷൻ. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, വാല്യൂ എന്താണ്? ബട്ടന്റെ വാല്യൂ കോൾ ഫംഗ്ഷൻ ആണ്. ഓക്കെ, വാല്യൂ ഈക്വൽ ടു കോൾ ഫംഗ്ഷൻ. സോ വെൻ യു ആർ ക്ലിക്കിംഗ് ദിസ് ഫംഗ്ഷൻ, എവിടത്തേക്കാ പോവേണ്ടത്? ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം? സെക്കൻഡ് ഫംഗ്ഷനിലോട്ട് പോകണം. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണ്. എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഹെഡ് പോർഷനിൽ എഴുതിയിട്ടുണ്ട്, കണ്ടോ? ഫംഗ്ഷൻ സ്പേസ് സെക്കൻഡ് ഫംഗ്ഷൻ ഓഫ്, ദാറ്റ് ഒന്നും എടുക്കുന്നില്ല. എന്താ ചെയ്യണേ? എന്തോ ഒരു ടാസ്ക് അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേർ റിസൾട്ട്, ഒരു വേരിയബിൾ ഉണ്ട്, റിസൾട്ട് ഈക്വൽ ടു കൺകാറ്റിനേറ്റ് ഓഫ് സാറ കൊമ അലി. അപ്പോൾ കൺകാറ്റിനേറ്റ് ഈസ് അനദർ ഫംഗ്ഷൻ. കണ്ടോ, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. അതിന്റെ ഉള്ളിൽ നിന്ന് യു ആർ കോളിംഗ് അനദർ ഫംഗ്ഷൻ ആസ് കൺകാറ്റിനേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അതും ഒരു ഫംഗ്ഷനാണ്, വേറൊരു ഫംഗ്ഷനാണ്. സോ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനെയാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ രണ്ട് ഡാറ്റ പാസ് ചെയ്യുന്നുണ്ട്, സാറ, അലി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? നേരെ ഇവിടുന്ന് കൺകാറ്റിലോട്ട് പോകും. കണ്ടോ, സെക്കൻഡ് ഫംഗ്ഷനിലാണ് ഉള്ളത്, അവിടെ നിങ്ങൾ കൺകാറ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ കൺകാറ്റിലോട്ട് പോകും. കൺകാറ്റ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? രണ്ട് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറ എന്ന് പറഞ്ഞ ഡാറ്റ ഫസ്റ്റിലോട്ടും അലി എന്ന് പറഞ്ഞ ഡാറ്റ ലാസ്റ്റിലോട്ടും കയറും, കോപ്പി ആവും. ഓക്കെ, അവിടെ ഒരു വേരിയബിൾ ഉണ്ട് ഫുൾ എന്ന് പറഞ്ഞിട്ട്, ഫുൾ ഈക്വൽ ടു ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ്. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സ്ട്രിങ് ആണ്. സോ സാറ പ്ലസ് അലി, ഇറ്റ് വിൽ ബി കമ്പൈൻഡ്. എന്താ വരിക? സാറ അലി എന്ന് പറഞ്ഞിട്ട് കമ്പൈൻ ആവും. പ്ലസ് ഓപ്പറേറ്റർ എന്താ ചെയ്യണേ? കൺകാറ്റിനേറ്റ് ചെയ്യുക. സ്ട്രിങ്സിന്റെ ഇടയിലാണ് പ്ലസ് വന്നതെങ്കിൽ കമ്പൈൻ ചെയ്യും. അപ്പോൾ സാറ പ്ലസ് അലി ഈക്വൽ ടു സാറ അലി എന്ന് പറഞ്ഞിട്ട് കമ്പൈൻ ചെയ്യും. ആ റിസൾട്ട് ഫുള്ളിൽ ഉണ്ടാവും. ദെൻ റിട്ടേൺ ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? സാറ അലി എന്ന് പറഞ്ഞ റിട്ടേൺ ആവും. എവിടെയാ റിട്ടേൺ ആവുക? ഇതോ ഇവിടെ. എവിടെയാണോ ഫംഗ്ഷനെ കോൾ ചെയ്തത് അവിടെ റിട്ടേൺ ആവും. സോ റിസൾട്ട് ഈക്വൽ ടു സാറ അലി എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ആവും. ഓക്കെ, കാരണം ഇവിടെ നിന്നാണ് നിങ്ങൾ കൺകാറ്റിനേറ്റിനെ വിളിച്ചത്. സോ കൺകാറ്റിനേറ്റ് വർക്ക് ചെയ്തിട്ടുള്ള റിസൾട്ട് എവിടെ റീപ്ലേസ് ആവും? ഈ ഫംഗ്ഷൻ കോൾ കംപ്ലീറ്റ് ആയിട്ട് മാറും, സാറ അലി എന്നായി മാറും. സോ ദാറ്റ് വിൽ ബി കോപ്പീഡ് ടു റിസൾട്ട്. ഓക്കെ, എന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഓഫ് റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ സ്ക്രീനിൽ എന്ത് വരും? ഔട്ട്പുട്ട് സാറ അലി എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇത് നോക്കണ്ട, ഇത് ഓൾറെഡി നിങ്ങൾ പാരഗ്രാഫിൽ അവിടെ യൂസ് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ അതവിടെ ഡിസ്പ്ലേ ആവും. സോ ഫൈനൽ റിസൾട്ട് എന്താണ്? ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വെബ് പേജിലോട്ട് റൈറ്റ് ചെയ്യുക. എന്താ റൈറ്റ് ചെയ്യേണ്ടത്? റിസൾട്ട്. ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് ആണ്, റൈറ്റ് ഈസ് എ മെത്തേഡ്. എന്താ റൈറ്റ് ചെയ്യേണ്ടത്? റിസൾട്ട്. റിസൾട്ട് എന്ന് പറഞ്ഞത് എന്താണ്? സാറ അലി. സോ സാറ അലി എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ആവും. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യും. ഇനി നിങ്ങൾ എവിടെയാ കോൾ ചെയ്തത്? സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ കോൾ ചെയ്തത്? ഓക്കെ, അപ്പോൾ കൺട്രോൾ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സെക്കൻഡ് ഫംഗ്ഷൻ ആണ് കോൾ ചെയ്തത്, അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആരെ വിളിച്ചു? യു ഹാവ് കോൾഡ് കൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ വിത്ത് ടു ഡാറ്റ, രണ്ട് ഡാറ്റ പാസ് ചെയ്തു. അപ്പോൾ അവിടുന്ന് എങ്ങോട്ട് ചാടി? കൺകാറ്റിനേറ്റിലോട്ട് പോയി. there the function works and it returns a value. ആ വാല്യൂ ഇവിടെ കിട്ടി and you have written that value, displayed that value.
So ഇതാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ. എന്തുകൊണ്ടാ? ഫ്രം വൺ ഫംഗ്ഷൻ യു ആർ കോളിംഗ് അനദർ ഫംഗ്ഷൻ ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് ആൻഡ് ഡിസ്പ്ലേയിങ് ഇറ്റ്. സോ ഈ ഒരു കോൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പിങ് നടക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് സെക്കൻഡിലോട്ട് ജമ്പ് ചെയ്യും, അവിടുന്ന് കൺകാറ്റിനോട്ട് ജമ്പ് ചെയ്യും, ദെൻ ബാക്ക് ടു സെക്കൻഡ്, ബാക്ക് ടു ഹിയർ. Okay, this is the concept of concat function. Sorry, concat അല്ല, callback function. Clear ആണോ? Callback function clear ആണോ? മെസ്സേജ് ചെയ്ത എല്ലാവരും, ഞാൻ പേര് വിളിക്കുന്നില്ല. ഡൗട്ട് ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്തേ. ക്ലിയർ ആണോ? എന്താണ് concat function എന്നുള്ളത്? സോറി, callback function. Okay, very important ആണ്. callback ചോദിച്ചിട്ടുണ്ട്. With an example means you have to provide an example. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല പറയാൻ. കോൾ ബാക്കിന്റെ കേസിൽ തിയറി ഒന്നുമില്ല, ജസ്റ്റ് എന്താണ്, ഫ്രം വൺ ഫംഗ്ഷൻ യു ആർ കോളിംഗ് അനദർ ഫംഗ്ഷൻ, ആ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ. ബട്ട് വിത്ത് എൻ എക്സാമ്പിൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ദ തിയറി. ക്ലിയർ ആണോ? ഈ ഒരു എക്സാമ്പിൾ തന്നെ ഈസി എക്സാമ്പിൾ ആണ്. യു ഹാവ് ടു ഇതെന്തിനാ നിങ്ങൾക്ക് തന്നെ പഠിക്കാം. ഈ യൂസ് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക, ജസ്റ്റ് ഒരു ബട്ടൺ കൊടുക്കുക. ബട്ടന്റെ ഓൺ ക്ലിക്ക് ആണ്. ഈ ഇവന്റ് ശ്രദ്ധിക്കണം. ഓൺ ക്ലിക്ക് ഈക്വൽ ടു നിങ്ങൾക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യാം. പിന്നെ ആ ബട്ടന്റെ പേരും കൂടെ കൊടുക്കുക. വാല്യൂ ഈക്വൽ ടു കോൾ ഫംഗ്ഷൻ, ബട്ടന്റെ മുകളിൽ വരുന്ന നെയിം ആണ്. സോ വെൻ യു ആർ പ്രസിംഗ് ദാറ്റ് ദ ഫംഗ്ഷൻ വിൽ ബി ഇവന്റ് ജനറേറ്റ് ആവും. സോ ഇത് കോൾ ചെയ്യും. ഓക്കെ, അതിന്റെ വർക്ക് ചെയ്യും, അതിൽ നിന്ന് ഇവിടെ പോവും, തിരിച്ചു വരും. ഇതാണ് കോൾ ബാക്കിന്റെ എക്സാമ്പിൾ. ഓക്കെ, ഇതോടെ നമ്മൾ ഫംഗ്ഷൻസും എറേസും കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡലിന്റെ ജസ്റ്റ് തിയറി ആൻഡ് jQueryന്റെ ജസ്റ്റ് തിയറി, ഇതും കൂടെ കഴിഞ്ഞാൽ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് വീക്കോടെ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, കുറച്ചൊരു ലെങ്തി ആണ് ഈ ഒരു മൊഡ്യൂൾ, പിന്നെ സ്കിപ്പ് ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല. സോ വിത്ത് ആൻ എക്സാമ്പിൾ തന്നെ പഠിച്ചിട്ട് പോകണം. അതുകൊണ്ടാണ് നമുക്ക് ഇത് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നത്. കുറേ എക്സാമ്പിൾസും ഫംഗ്ഷൻസും പഠിക്കാനുണ്ട്. സോ കൺഫ്യൂസ്ഡ് ആവരുത്. സ്റ്റഡി ഇറ്റ്. അസൈൻമെന്റ് ഞാൻ ഇഷ്യൂ ചെയ്യാം, ബട്ട് ഇപ്പം 12th സീരീസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് കോഡ്സ് തന്നെ, തിയറി ഒന്നും തരുന്നില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇത് പ്രോഗ്രാംസ് തരുള്ളൂ. ഓക്കെ, നോ തിയറി. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആകാശ്, അഭിനന്ദ്, അഭിനവ്, ആദർശ്, അദ്വൈത്, അജ്മൽ, അഖിൽ, അനഘ, അഞ്ജലി, അനുഗ്രഹ്, അത്തിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ജസ്ന, കാർത്തിക്, കീർത്തന, സിനാൻ, കീർത്തന, ഓക്കെ, ഇജാസ്, ഓക്കെ, നഫ. നോക്കൂ, those who have not submitted the 3rd module assignment, just contact me also. കോൺടാക്ട് ചെയ്യണേ. കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളവർ കോൺടാക്ട് ചെയ്തിട്ടില്ല. സോ എന്നൊന്ന് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നഫ, നേഹ, നിതിൻ, ഓക്കെ, നിതിൻ, ഓക്കെ, പ്രണവ് എ, പ്രണവ് സി, ഓക്കെ, റൈസ, റസാന, റിസ്വിൻ, റോഷൻ, സഹല ബി, സഹല എൻ, സംഗീത്, ഓക്കെ, കീർത്തന, സാരംഗ്, ഷാരുൺ, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. So absent is Sharun and Anjita. Okay.